ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു വ്യത്യാസമായൊരു ദോശ ചെയ്യാൻ പോവാണ്. അതായത് തട്ടിക്കുട്ടി ദോശ. തട്ടിക്കുട്ടി ദോശ എന്ന് പറയാൻ കാരണം ഞാൻ ഇതിപ്പോ കാണിച്ചു തരാം. ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതാണ്. അതായത് കറുപ്പ് കവുങ്ങിയരി, അന്നൊരു വീട്ടിൽ കേട്ടില്ലേ, കറുപ്പ് കവുങ്ങിയരി, വറകരസി, പിന്നെ ചാമയരി, ഇതെല്ലാം നമ്മൾ ഓരോരോ പാക്കറ്റ് ആയിട്ടല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പൊ കുറച്ച് ആവശ്യമൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്നതെല്ലാം ഞാൻ ഓരോ കിഴിയായിട്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ആ പാക്കറ്റിലേക്ക്. അപ്പൊ ഇന്ന് അതെല്ലാം കൂടെ ചേർത്തൊരു ദോശയാക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് ഇന്ന് അത് അയച്ചു. പക്ഷെ ഇത് വീഡിയോ എടുക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് വ്യത്യാസമായതല്ലേ, ടേസ്റ്റ് നന്നായിരിക്കുന്നുള്ള ഞാൻ വീഡിയോ എടുക്കാം പിന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇതില് കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഒന്ന്, പിന്നെ 4 പച്ചമുളക്, കുറച്ച് തേങ്ങ, ചെറിയ തേങ്ങ, പിന്നെ ഫൈനലായിട്ട് ഇപ്പോ ആ പച്ചമുളക് ഇട്ട്, പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇടാൻ പോവാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓർമ്മ ഉണ്ട് അതിന്. ഇതുപോലെ എല്ലാ ദോശയും ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് പിന്നെ ഇതിൽ കുറച്ച് ഗോതമ്പ് മാവ്, 1 സ്പൂൺ ഗോതമ്പ് മാവ്, ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. ഒരു അരിമാവുമ്പോൾ രക്ഷ എങ്ങനെ വരുന്ന അറിയില്ല. അത് കാരണം കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് ദോശ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറുപ്പ് കവണിയൊക്കെ നല്ല ഒരു ഹെൽത്തി ആയ ഒരു അരിയാണ് കേട്ടോ. ഞാൻ ആഞ്ചിയില്ല. ഫസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു നോക്കാം. നെയ്യ് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. വീട്ടിൽ ഇവിടെ നെയ്യ് വേണ്ടാന്നുള്ളവർക്ക്, ചിലർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് പിടിക്കില്ലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചും ചെയ്യാം. ഇതിൽ ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും തേങ്ങയൊക്കെ ഇടുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. അതൊന്നും ഇല്ലാതെ കഴിക്കാം. പക്ഷെ ഇതാകുമ്പോൾ കൂട്ടാനൊന്നും വേണ്ട, പിന്നെ ഏകദേശം നോക്കേണ്ട ആവശ്യം വരില്ല. എങ്കിലും എനിക്കിത് ഇന്നലെ വെച്ച ചുണ്ടക്കക്കറിയില്ലേ, നീ പറഞ്ഞില്ലടാ നന്നായിരുന്നെന്ന് പറഞ്ഞിട്ട്, ചുണ്ടക്കക്കറി, ചുണ്ടക്കയും ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ടത്, അതിന്റെ വീഡിയോ എടുക്കില്ല. നമുക്ക് കുറച്ച് ചുണ്ടക്ക ബാക്കിയുണ്ട്, അപ്പൊ അതും കൂടെ ചേർത്ത ദിവസം വീഡിയോയിലിടാം. ആ ചുണ്ടക്കക്കറി മാത്രം ഇതിന് മതിയാവും, നന്നായിരിക്കും. തീയൽ നന്നായിരിക്കും, സാമ്പാറിനേക്കാളും തീയൽ. പിന്നെ ഏതെങ്കിലും തേങ്ങ ചമ്മന്തിയോ ഒന്നുമില്ലെങ്കിൽ വെറുതെയും കഴിക്കാം, കാരണം നിറയെ തേങ്ങ ഇട്ടിട്ടുണ്ട്. നിനക്കിത് തനിയായിട്ട് വല്ല കൂട്ടാനും വയ്ക്കണോ, അതോ ഇന്നലത്തെ കൂട്ടാൻ മതിയാ? ഇന്നലത്തതുകൊണ്ടാ അത് മതിയോ? ഉണ്ടെങ്കിൽ ഇവിടെ വേണ്ട, ഇന്ന് വയ്ക്കണ്ട. എന്നാലും ധനുവിന്റെ ഈ ധനുവിന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവൻ്റെ കുറെ ദിവസം കൊണ്ട് വേണ്ട വിടണം, വേണ്ട. എന്തിന് അങ്ങനെയല്ല, ഞാൻ കുറെ ദിവസം കൊണ്ട് അവൻ്റെ പറയുന്നു മുടി ഷേവ് ചെയ്യണടാ, നീക്ക നടക്കുന്നത്. അവൻ്റെ ഒരു പുറത്ത് അമ്മ പറഞ്ഞ പോലെ ചെയ്തു. അവനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കഥകളി നടൻ തന്നെ ഇപ്പൊ ഒരു കറക്റ്റായ ഒരു കഥ, കറക്റ്റായ ഒരു കഥകളി നടന്റെ ലുക്ക് ഉണ്ടടാ. എന്തിങ്ങനെ നീ ഫുള്ളായിട്ട് എന്തിനിങ്ങനെ ചെയ്തത് നീ? അത് കുലശേഖരൻ ഗവൺമെന്റില് 10 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് കഥകളിയോ? എന്തോന്നാണ് ഇതെന്ത് ഇതാവണം, ക്ലിയർ ആവണില്ല വീഡിയോ. ഏത് ബ്രൈറ്റ്നസ് அப்படியே ഫുൾ അടിയില്ല, വെറുതെ കോൺവെന്റിൽ എന്തോന്ന് കഥ, എന്തോന്ന് കഥകളിയുടെ കഥ ഇനി തന്നെ ഉണ്ടാക്കണം. അത് ശരി, കഥകളിക്ക് കഥ ഇന്നേലും ഉണ്ടാകണം. ഫിക്ഷണൽ കഥ. കൊള്ളാമോ? നല്ല സ്മെല്ല്.
കഴിക്കണ റെഡിയാ റെഡിയാ നിനക്ക് കഴിക്കാനോ റെഡിയായി. ആ അപ്പോൾ ഞാൻ വീഡിയോ വെച്ചിട്ട് പോട്ടാ വീഡിയോ വെച്ചിട്ട് പോട്ടാ അങ്ങനല്ല ഒന്ന് കഴിച്ചു നോക്കണേ. ഞാൻ അതിനൊക്കെ ഗ്രേസ് എഴുത്തിക്കൂടെ വേണം. വിഷ്ണു ഇതുവരെ എണീറ്റില്ല. കഴിക്കണോ? ഒന്നെടുക്കട്ടാ. ആ ശരി എടുക്കുന്നു. അമ്മ ഇതെന്ത് മുട്ടക്കട വയ്ക്കാൻ പോണ ഷോ ഒക്കെ വെച്ചിരിക്കീங்க എടുത്ത് അത് വേണമെന്നില്ല. ഇന്നലെ വാങ്ങിച്ചില്ലേ, അത് ഫ്രിഡ്ജിലെടുത്ത് കയറ്റില്ല. കഴുകണം. കഴുകിയിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇത് അവിയൽ വയ്ക്കാൻ ഒന്ന് എടുത്ത് വയ്ക്കാനുള്ള സമയം കിട്ടില്ല. സാധാരണ മില്ലറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഏതർ പൊങ്കൽ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ചെറുപരിപ്പൊക്കെ ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. അതിന് കറുപ്പ് കവണി അതിന് മാത്രം പരിപ്പ് ആവശ്യമില്ല. അല്ലാതെ സാധാരണ അത് ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ഇതാണ് എന്തോന്നാ ചുണ്ടയ്ക്ക, പച്ച ചുണ്ടയ്ക്കയും എന്തോന്നാ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് വറുത്തരച്ച് നമ്മൾ സാധാരണ തീയിൽ വെക്കില്ലേ, അതേപോലെ തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്, ഒട്ടും കശപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നീ ഒന്ന് കഴിച്ചു നോക്കും. പിടിച്ചോ, ഞാൻ അതൊന്ന് നോക്കാം. ഇടിച്ചോ, കൈ ഇടിച്ചാ? കൈ കഴുകിയാ? അതെ, ഇനിയിപ്പോൾ അതിന് ചട്നിയൊന്നും വേറെ അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് മതിയല്ലോ. ധനുവിന് ആ ദോശ നല്ല ഇഷ്ടപ്പെട്ടു. അവ 2 കഴിച്ചു. പിന്നെ അടുത്ത് മുട്ട കൂടെ ആംലെറ്റ് ഇട്ട് കൊടുത്തു, അത് കഴിച്ചു. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. നമുക്ക് ഈ 1 കിലോയുടെ ഇതുമല്ലേ പാക്കറ്റിൽ വാങ്ങിക്കുന്ന മില്ലറ്റ്സുകളെല്ലാം ബാക്കി നമ്മൾ അത്രയും അങ്ങനെ കുറച്ച് കുറച്ചായിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വരുന്നതിനൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരയ്ക്കാം. നമുക്ക് ഉഴുന്ന് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇന്ന് പക്ഷേ ഇതിൽ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല. അതിന് പകരമാണ് ഞാൻ 2 സ്പൂണ്, അതായത് വലിയ സ്പൂണിന് 1 തന്നെയാണ്, സാധാരണ സ്പൂണിന് 2 പറയാം. ഇത്രയും ഗോതമ്പ് മാവും കൂടെ ആ ഒരു ടെക്സ്ചർ ഒന്ന് നീറ്റ്, നമുക്ക് ദോശ അങ്ങനെ പരത്തി വരണ്ടേ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അത് കാരണം അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ മിക്സ് ചെയ്തെന്ന് വെച്ചാൽ കുതിരവാലി ഉണ്ടായിരുന്നു, കറുപ്പ് കവണി ഉണ്ടായിരുന്നു, തെന ഉണ്ടായിരുന്നു, വറകുണ്ടായിരുന്നു, കുറച്ച് ചുവന്ന ചമ്പ പച്ചരിയില്ലേ അതുണ്ടായിരുന്നു. ഇത്ര തന്നെയാണ് ഞാൻ ആഡ് ചെയ്തത്. അതെ, പിന്നെ റേഷൻ പച്ചരിയിൽ ഒരു കൈ അത്ര അതും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ്. മിക്സ് ചെയ്യുമ്പോൾ ഉള്ളി, മല്ലിയില, തേങ്ങ, പച്ചമുളക്, ഇത്ര. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാമായിരിക്കാം, ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇട്ട് ഞാൻ ദോശകൾ കഴിച്ചിട്ടുണ്ട്. അത് പുറത്തിങ്ങനെ സ്പ്രെഡ് ചെയ്യും, നമ്മൾ ഊത്തപ്പച്ചയില്ലേ അതുപോലെ. ഇത് ഇത്ര മതി, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നി ഈ ദോശ എനിക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന്, അത്ര തന്നെയാണ്. അപ്പോൾ സീ യു.